ഹായ് ഓൾ, വെൽക്കം ടു ടെക് PSC. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്രീവിയസ് ഇയർ വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ ഇലക്ട്രിക്കലിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ആണ്. ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് എന്ന് പറയുന്നത് 075/2023 ആണ്. സോ നമുക്ക് ഓരോ ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. In a parallel plate capacitor of capacitance C, a conducting plate is inserted at the middle. What happens to its capacitance? ഇതൊരു നല്ല ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ആദ്യം നമ്മൾ ഒരു പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ, അതിന്റെ കപ്പാസിറ്റൻസ്, ടോട്ടൽ കപ്പാസിറ്റൻസ് C ആണ്. എ കണ്ടക്ടിങ് പ്ലേറ്റ് ഇസ് ഇൻസേർട്ടഡ് അറ്റ് ദ മിഡിൽ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിന്റെ അർത്ഥം ടോട്ടലി ആദ്യം ഇനിഷ്യൽ സമയത്ത് അവരുടെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് D ആണ്. ഒരു കണ്ടക്ടർ ഞാൻ ഇവിടെ ഇൻസേർട്ട് ചെയ്യുന്നുണ്ട്. ഇതാണ് കണ്ടക്ടർ. മിഡിൽ പോർഷനിലാണ് കണ്ടക്ടർ ഇൻസേർട്ട് ചെയ്യുന്നത്. അതായത് ടോട്ടൽ ഡിസ്റ്റൻസിന്റെ ഹാഫ് ആയിരിക്കും. സോ ഇത് D/2, ഈ ഡിസ്റ്റൻസും D/2 ആയിട്ടാണ് വരുന്നത്. സോ ടോട്ടൽ കപ്പാസിറ്റൻസിന് എന്ത് പറ്റും? ടോട്ടൽ കപ്പാസിറ്റൻസ്, അതായത് കണ്ടക്ടർ ഇല്ലാത്ത സമയത്ത് കപ്പാസിറ്റൻസ് C ആയിരുന്നു. ഡിസ്റ്റൻസ് D/2 ആയി. കപ്പാസിറ്റൻസിന്റെ ജനറൽ ഫോർമുല എന്താണ്? C is equal to എപ്സിലോൺ A/D എന്ന് എഴുതാം അല്ലെ. അതായത് കപ്പാസിറ്റൻസും ഡിസ്റ്റൻസും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. A എന്ന് പറയുന്നത് ഏരിയ ആണ്. സോ ഇവിടെ ഡിസ്റ്റൻസ് ഹാഫ്, കപ്പാസിറ്റൻസ് എന്താകും? 2 ടൈംസ് ആകും, ബിക്കോസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. സോ ഒറിജിനലി C ആണ് കപ്പാസിറ്റൻസ്, ഇവിടെ ഡിസ്റ്റൻസ് ഹാഫ് ആയി. സോ ഈ ഒരു പോർഷനിൽ എന്റെ കപ്പാസിറ്റൻസ് എത്രയായിട്ട് മാറും? 2C ആയിട്ട് മാറും. സോ ഇവിടെയും D/2 ആണ്. സോ ദ കപ്പാസിറ്റൻസ് ഇസ് 2C. ഇനി ഈ രണ്ട് കപ്പാസിറ്റേഴ്സും സീരീസ് ആയിട്ടാണ് കണക്ട് ചെയ്തിട്ടുള്ളത്. സോ സീരീസ് കണക്ഷനിൽ കപ്പാസിറ്റൻസ്, ഇക്വലന്റ് കപ്പാസിറ്റൻസ് കണ്ടുപിടിക്കേണ്ട ഫോർമുല എന്താണ്? റെസിസ്റ്റൻസിന് പോലെയല്ല, റെസിസ്റ്റൻസിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ്. ഇഫ് ടു കപ്പാസിറ്റേഴ്സ് ആർ കണക്റ്റഡ് ഇൻ സീരീസ്, നമ്മുടെ ഇക്വലന്റ് കപ്പാസിറ്റൻസ് എന്ന് പറയുന്നത് 1/C equivalent is equal to 1/C1 plus 1/C2 എന്ന് എഴുതാം. So that is equal to 1/C1. ആദ്യത്തെ C1 എത്രയാണ്? 2C plus 1/2C. 1/C എന്ന് വരും. So 1/2C plus 1/2C is 1/C. അതാണ് 1/C equivalent. അപ്പൊ C equivalent ആൻസർ എന്താണ്? C equivalent will be C itself. അതായത് ഒറിജിനലി എന്റെ കപ്പാസിറ്റൻസ് എത്രയാണോ അത് തന്നെയായിരിക്കും നമുക്ക് കണ്ടക്ടർ മിഡിൽ ഇൻസേർട്ട് ചെയ്താലും ഉള്ള കപ്പാസിറ്റൻസ് ആയിട്ട് മാറുന്നത്. സോ ദ ആൻസർ ഇസ് റിമൈൻസ് ദ സെയിം എന്ന് നമുക്ക് പറയാം. നെക്സ്റ്റ് ഇസ് ക്വസ്റ്റ്യൻ നമ്പർ 17. ക്വസ്റ്റ്യൻ നമ്പർ 17ൽ നമുക്ക് ഇക്വേഷൻ ആണ് ഓർത്തിരിക്കേണ്ടത്. If an RMS voltage of V is transformed to another circuit to get 10 volt RMS, the impedance of transformed circuit will be which of the following options? So നമുക്ക് ആദ്യം ട്രാൻസ്ഫോമറിന്റെ ബേസിക് ഇക്വേഷൻ നോക്കാം. ഏതൊരു ട്രാൻസ്ഫോമർ എടുത്താലും അവിടെ നമുക്കൊരു ടേൺസ് റേഷ്യോ ഉണ്ടായിരിക്കും. ടേൺസ് റേഷ്യോ എന്ന് പറഞ്ഞാൽ N2/N1. ഒരു ട്രാൻസ്ഫോമറിന് നമുക്ക് പ്രൈമറി സൈഡും സെക്കൻഡറി സൈഡും ഉണ്ടായിരിക്കും. ദാറ്റ് ഈസ് പ്രൈമറി വോൾട്ടേജും അതുപോലെ സെക്കൻഡറി സൈഡും ഉണ്ടായിരിക്കും. N2 എന്ന് പറയുന്നത് സെക്കൻഡറി സൈഡിലുള്ള നമ്പർ ഓഫ് ടേൺസ് ആൻഡ് N1 എന്ന് പറയുന്നത് പ്രൈമറി സൈഡിലെ നമ്പർ ഓഫ് ടേൺസ് ആണ്. സോ N2/N1 is equal to V2/V1 എന്ന് എഴുതാം. ദാറ്റ് ഈസ് അഗെയിൻ ഈക്വൽ ടു I1/I2. ഇത് നമ്മൾ ട്രാൻസ്ഫോമറിന്റെ ബേസിക് ഇക്വേഷൻ ആണ് നമ്മൾ എപ്പോഴും പഠിക്കുന്നത്. ദിസ് ക്യാൻ അഗെയിൻ ബി ഇക്വേറ്റഡ് ടു Z2/Z1 the whole square. ഇതാണ് ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ ഓർക്കേണ്ട ഇക്വേഷൻ. ആദ്യത്തെ 3 ഇക്വേഷൻ എല്ലാവർക്കും അറിയാം, ബട്ട് ദ ഫോർത്ത് ഇക്വേഷൻ ഇസ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ഇക്വേഷൻ. Z2, Z1 എന്ന് പറയുന്നത് ട്രാൻസ്ഫോമറിന്റെ ഇക്വലന്റ് സർക്യൂട്ടിന്റെ ഇംപിഡൻസ് ആണ്. Z2 എന്ന് പറയുന്നത് സെക്കൻഡറി സൈഡിന്റെ ഇംപിഡൻസും Z1 എന്ന് പറയുന്നത് പ്രൈമറി സൈഡിന്റെ ഇംപിഡൻസും ആണ്. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യനിൽ RMS voltage of V is transformed to another circuit to get 10 volt RMS എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ പ്രൈമറി വോൾട്ടേജ് ആണ് V. So V1 is given as V. അതിനെ ട്രാൻസ്ഫോം ചെയ്ത് സെക്കൻഡറി സൈഡിലെ വോൾട്ടേജ് 10 വോൾട്ട് ആക്കണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. 10V RMS. അപ്പൊ ആ സമയത്ത് നമുക്ക് ഇവിടെ ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. What is V2/V1 is equal to Z2/Z1 the whole square എന്ന് എനിക്ക് ഇക്വേറ്റ് ചെയ്യാം.
Now what is V2? V2യുടെ വാല്യൂ 10 ആണ്. 10V by V1 എന്ന് പറയുന്നത് V ആണ് is equal to Z2 by Z1 the whole square. Okay, impedance of the transformed circuit എന്താണെന്നാണ് question. What is 10V by V നെ എനിക്ക് 10 എഴുതാം. So 10 is equal to Z2 square by Z1 square. So നമുക്ക് what is Z2 square? 10 into Z1 square ആണ്. അതായത് സെക്കൻഡറി സൈഡിലെ ഇമ്പിഡൻസ് എന്ന് പറയുന്നത് പ്രൈമറി സൈഡിന്റെ ഇമ്പിഡൻസിന്റെ സ്ക്വയറിന്റെ കൂടെ 10 മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് കിട്ടുന്നത്. അപ്പൊ അതിനർത്ഥം എന്താണ്? എപ്പോഴും നമുക്ക് ട്രാൻസ്ഫോം ചെയ്ത സർക്യൂട്ടിന്റെ ഇമ്പിഡൻസ് എപ്പോഴും വലുതായിരിക്കും. സോ ഇറ്റ് വിൽ ഓൾവേസ് ബി ഹയർ ദാൻ ദ ഇനിഷ്യൽ സർക്യൂട്ട് എന്ന് നമുക്ക് പറയാം അക്കോർഡിംഗ് ടു ദിസ് ഇക്വേഷൻ. So the answer is option A, higher than the initial circuit. Now next is question number 18. If number of turns, area of core and length of magnetic path are double, what happens to inductance? So inductance in SI unit Henry ആണ്. So basic formula of inductance ഓർത്ത് വെച്ചിരുന്നാൽ മതി. Inductance L is directly proportional to N square A by L. ഇവിടെ N എന്ന് പറയുന്ന number of turns ആണ്. A എന്ന് പറയുന്നത് ഏരിയ ഓഫ് ദ പാത്ത്, L എന്ന് പറയുന്നത് ലെങ്ത് ഓഫ് ദ മാഗ്നറ്റിക് പാത്ത് ആണ്. ഇനി ഇവിടെ ചോദിച്ചിട്ടുള്ളത് ഏരിയ ഓഫ് ദ കോർ ആൻഡ് ലെങ്ത് ഓഫ് ദ മാഗ്നറ്റിക് പാത്ത് ആർ ഡബിൾ. അപ്പം ഫസ്റ്റ് ഇനിഷ്യലി എനിക്ക് L is proportional to N square A by L എന്ന് പറയാം. ഇനി നെക്സ്റ്റ് കേസിൽ L is proportional to ഏരിയ is been double. ഏരിയ ആൻഡ് ലെങ്ത് ഡബിൾ ചെയ്തിട്ടുണ്ട്. സോ ഏരിയ ക്യാൻ ബി റിട്ടൺ ആസ് 2A എന്ന് നമുക്ക് എഴുതാം. നേരത്തെ ഉള്ള ഏരിയ A ആണ്, ഇപ്പൊ ഡബിൾ ചെയ്തിട്ടുണ്ട്. സോ ഇറ്റ് ഇസ് 2A. ആൻഡ് ലെങ്ത് ആൻഡ് ഏരിയ, ലെങ്ത്തും ഡബിൾ ചെയ്തിട്ടുണ്ട്. സോ ക്യാൻ ബി റിട്ടൺ ആസ് 2L എന്ന് നമുക്ക് പറയാം. നമ്പർ ഓഫ് ടേൺസും ഡബിൾ ചെയ്തിട്ടുണ്ട്. സോ എന്നിന് പകരം എനിക്ക് 2N the whole square എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ദാറ്റ് ഈസ് L is proportional to 2N the whole square can be written as 4N square into 2A by 2L. നമുക്ക് 2 ക്യാൻസൽ ചെയ്യാം. അപ്പൊ നമുക്ക് ഇവിടെ L is proportional to 4N square A by L എന്ന് എഴുതാം. അപ്പം നമുക്ക് N square A by L ഗ്രൂപ്പ് ചെയ്താൽ അത് നമുക്ക് ഇനിഷ്യലി ഉണ്ടായിരുന്നത് L is proportional to N square A by L. ഇവിടെ നമുക്ക് എന്താ കിട്ടിയത്? L is proportional to 4 into N square A by L. അപ്പൊ നേരത്തെ ഉള്ള ഇൻഡക്ടൻസിനേക്കാൾ എത്രയായിട്ട് മാറി? നേരത്തെ ഉള്ള ഇൻഡക്ടൻസിന് 4 ടൈംസ് ആയിട്ട് മാറി. സോ ബേസിക്കലി നിങ്ങൾ പഠിക്കേണ്ട ഇക്വേഷൻ സെൽഫ് ഇൻഡക്ടൻസ് L is proportional to N square A by L. So answer is option B, 4 times. Question number 19 is a deleted question. Next is theory ആയിട്ടുള്ള question number 20. ഇതൊരു തിയറി ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ്. Between 1 milliampere and 20 milliampere electric shock will be. ആൻസർ വരുന്നത് പെയിൻഫുൾ ആണ്. നെക്സ്റ്റ് is question number 21. 1 Weber is equal to എത്ര മാക്സ്വെൽ എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പൊ നമുക്ക് വെബർ എന്തിന്റെ യൂണിറ്റ് ആണെന്ന് നോക്കാം. വെബർ എന്ന് പറയുന്നത് ഫ്ലക്സിന്റെ യൂണിറ്റ് ആണ്, അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫ്ലക്സിന്റെ യൂണിറ്റ് ആണ് വെബർ എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് ഫ്ലക്സ്? ടോട്ടൽ നമ്പർ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഫോളോയിങ് ഓൺ എ സർഫസ്. ഒരു സർഫസിൽ വന്ന് വീഴുന്ന ടോട്ടൽ നമ്പർ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിനെയാണ് നമ്മൾ മാഗ്നറ്റിക് ഫ്ലക്സ് എന്ന് പറയുന്നത്. ഫ്ലക്സ് നമ്മൾ ഫൈ എന്ന സിംബൽ വെച്ചിട്ട് ഡിനോട്ട് ചെയ്യാറുണ്ട്. അതിന്റെ SI യൂണിറ്റ് എന്ന് പറയുന്നത് വെബർ ആണ്. അതിന്റെ CGS യൂണിറ്റ് ആണ് മാക്സ്വെൽ. അപ്പൊ അത് എപ്പോഴും ചോദിക്കാറുണ്ട്. വാട്ട് ഇസ് ദ SI യൂണിറ്റ് ഓഫ് ഫ്ലക്സസ്? വെബർ. CGS യൂണിറ്റ് ഓഫ് ഫ്ലക്സസ് മാക്സ്വെൽ. അപ്പൊ അതിന്റെ കൺവേർഷൻ എത്രയാണെന്ന് ചോദിക്കാറുണ്ട്. 1 വെബർ എന്ന് പറയുന്നത് 10⁸ മാക്സ്വെൽ ആണ് ആൻസർ ആയിട്ട് വരുന്നത്. സോ ആൻസർ ഇസ് ഓപ്ഷൻ A. Okay, next is question number 22. The MMF in a magnetic circuit is equal to ഇത്രയാണ് ക്വസ്റ്റ്യൻ. സോ MMF എന്ന് പറഞ്ഞാൽ മാഗ്നെറ്റോമോട്ടീവ് ഫോഴ്സ് ആണ്. സോ MMFന്റെ ബേസിക് ഇക്വേഷൻ പഠിക്കണം. MMF എന്ന് പറയുന്നത് നമ്പർ ഓഫ് ടേൺസ് ഇൻടു കറന്റ് ഫ്ലോയിങ്. MMF is equal to NI എന്നാണ്. നമ്പർ ഓഫ് ടേൺസ് ഇൻടു കറന്റ് ഫ്ലോയിങ്.
സോ നമുക്ക് MMFന്റെ ഫുൾ ഫോം വരുന്നത് മാഗ്നറ്റോമോട്ടീവ് ഫോഴ്സ് ആണ്. വാട്ട് ഇസ് SI യൂണിറ്റ് ഓഫ് MMF? ആംപിയർ ടേൺസ് എന്ന് നമുക്ക് പറയാം. നമ്പർ ഓഫ് ആംപിയർ ടേൺസ് അല്ലെങ്കിൽ AT എന്ന് നമ്മൾ റെപ്രസെന്റ് ചെയ്യാറുണ്ട് ആംപിയർ ടേൺസിനെ. സോ MMF in a magnetic circuit is equal to, നമുക്ക് ഏത് പറയാം, MMF ആരെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്? നമ്പർ ഓഫ് ടേൺസിനെയും കറണ്ടിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. സോ ആൻസർ ഇസ് എഫക്റ്റീവ് കറണ്ട് ഫ്ലോ ടു ദ കോർ. ഒരു മാഗ്നറ്റിക് കോറിലെ എഫക്റ്റീവ് കറണ്ട് ഫ്ലോ എത്രയാണെന്ന് കാണിക്കുന്ന ക്വാണ്ടിറ്റീനെയാണ് നമ്മൾ MMF എന്ന് പറയുന്നത്. സോ ആൻസർ ഇസ് ഓപ്ഷൻ ബി, എഫക്റ്റീവ് കറണ്ട് ഫ്ലോ ടു ദ കോർ. Next is question number 23. A charge Q is located at the center of a cube. The electric flux through any one phase is which of the following options? അപ്പോൾ ഇവിടെ നമുക്ക് ഗോസസ് ലോയുടെ ഒരു ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് ആദ്യം ഗോസസ് ലോ എന്താണെന്ന് നോക്കാം. ഗോസസ് ലോ എന്താണ് പറയുന്നത്? ഒരു സർഫസിൽ കൂടി പാസ് ചെയ്യുന്ന ടോട്ടൽ ഫ്ലക്സിന്റെ ഫോർമുല എന്ന് പറയുന്നത് ടോട്ടൽ ഫ്ലക്സ് ഇസ് ഈക്വൽ ടു ടോട്ടൽ ചാർജ് ബൈ എപ്സിലോൺ നോട്ട്. എപ്സിലോൺ എയർ ആണ് എന്റെ മീഡിയം എങ്കിൽ അവിടെ എപ്സിലോൺ നോട്ട് എന്ന് പറയാം. വേറെ ഏതെങ്കിലും മീഡിയം നമ്മൾ റീപ്ലേസ് ചെയ്യുകയാണെങ്കിൽ എപ്സിലോൺ നോട്ട് വരാം. ആ മീഡിയത്തിന്റെ പെർമിറ്റിവിറ്റി വേണം നമ്മൾ ഇവിടെ റീപ്ലേസ് ചെയ്യാനായിട്ട്. സോ ടോട്ടൽ ഫ്ലക്സ് പാസിംഗ് ത്രൂ എനി ക്ലോസ്ഡ് സർഫസിന്റെ ഇക്വേഷൻ ആണ് Q ബൈ എപ്സിലോൺ. അപ്പൊ ഇവിടെ എന്റെ സർഫസ് ഏതാണ്? ക്യൂബിക്കൽ സർഫസ് ആണ്. ഇപ്പൊ ക്യൂബിലെ ടോട്ടൽ ഫ്ലക്സിന്റെ ഇക്വേഷൻ എന്താണ്? Q ബൈ എപ്സിലോൺ 0 ആണ്. ക്വസ്റ്റ്യൻ ഇലക്ട്രിക് ഫ്ലക്സ് ത്രൂ എനി വൺ ഫേസ് ആണ്. ക്യൂബിൽ നമുക്ക് ടോട്ടൽ 6 ഫേസസ് ഉണ്ട് അല്ലെ. അപ്പം 6 ഫേസസിന്റെ ടോട്ടൽ ഫ്ലക്സ് ആണ് Q ബൈ എപ്സിലോൺ നോട്ട്. അങ്ങനെയാണെങ്കിൽ ഒരു ഫേസിന്റെ ഫ്ലക്സ് എത്രയാണെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പൊ ആൻസർ എന്ത് ചെയ്താൽ മതി? Q ബൈ 6 എപ്സിലോൺ എന്ന് എഴുതാം. ബിക്കോസ് 6 ഫേസസിനെയാണ് Q ബൈ എപ്സിലോൺ. സോ ഒരു ഫേസിനെ കണ്ടുപിടിക്കാൻ Q ബൈ 6 എപ്സിലോൺ. സോ ദ ആൻസർ ഇസ് ഓപ്ഷൻ B, Q by 6 epsilon. Okay, next is question number 24. Relationship between electric flux density and field density E with relative and absolute permittivities. Which of the following options? So, നമുക്ക് ആദ്യം ഇലക്ട്രിക് ഫീൽഡിന്റെ ഇക്വേഷൻ നോക്കാം. ഇലക്ട്രിക് ഫീൽഡിന്റെ ഇക്വേഷൻ എന്തായിരുന്നു? 1/4 എപ്സിലോൺ. എപ്സിലോൺ ഇതിപ്പോ എയർ ആണെങ്കിൽ എപ്സിലോൺ നോട്ട് ഇൻറ്റു Q ഡിവൈഡഡ് ബൈ R സ്ക്വയർ. ഇതാണ് ഇലക്ട്രിക് ഫീൽഡിന്റെ ഇക്വേഷൻ. Q എന്ന് പറയുന്ന ചാർജും R എന്ന് പറയുന്ന ഡിസ്റ്റൻസ് ആണ്. നമ്മൾ ആ യൂണിറ്റ് പോസിറ്റീവ് ചാർജും നമ്മൾക്ക് ഏത് ചാർജിന്റെ ആണോ ഇലക്ട്രിക് ഫീൽഡ് കാണേണ്ടത് അത് തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് R എന്ന് പറയുന്നത്. സോ ഇതാണ് ഇലക്ട്രിക് ഫീൽഡിന്റെ ഇക്വേഷൻ. വാട്ട് ഈസ് ഇലക്ട്രിക് ഫ്ലക്സ് ഡെൻസിറ്റി D? ഇലക്ട്രിക് ഫ്ലക്സ് ഡെൻസിറ്റി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. സോ ഫ്ലക്സ് ഡെൻസിറ്റിയുടെ ബേസിക് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ചാർജ് ഡിവൈഡഡ് ബൈ ഏരിയ എന്നാണ്. ഫ്ലക്സ് ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ ഫ്ലക്സ് ബൈ ഏരിയ ആണ്. ചാർജ് ഓർ ഫ്ലക്സ് ഡിവൈഡഡ് ബൈ ഏരിയ എന്ന് എനിക്ക് റീപ്ലേസ് ചെയ്യാം. സോ വാട്ട് ഈസ് ദ ഇക്വേഷൻ ഫോർ ചാർജ്? നമുക്ക് ചാർജ് ഡിവൈഡ് ബൈ ഏരിയ ആണ് വേണ്ടത്. സോ ചാർജ് എന്ന് പറയുന്നത് Q ഡിവൈഡഡ് ബൈ ഏരിയ. നമുക്ക് ഏരിയ എന്ന് പറഞ്ഞാൽ ഏതൊരു ഗോസസ് ലോ പഠിക്കുന്ന സമയത്ത് എപ്പോഴും നമ്മൾ കൺസിഡർ ചെയ്യുന്ന എൻക്ലോസ്ഡ് സർഫസ് ഒരു സ്ഫെറിക്കൽ സർഫസ് ആയിരിക്കും. സോ എപ്പോഴും നമ്മുടെ സർഫസ് സ്ഫെറിക്കൽ ആയതുകൊണ്ട് ഏരിയ എന്ന് പറയുന്നത് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ഏരിയ ഓഫ് എ സ്ഫിയർ തന്നെയായിരിക്കും. ഇവിടെ എന്റെ ഏരിയ ഓഫ് എ സ്ഫിയർ എന്ന് പറയുന്നത് 4πr സ്ക്വയർ ആയിരിക്കും. സോ ഇലക്ട്രിക് ഫ്ലക്സ് ഡെൻസിറ്റിയുടെ ജനറലൈസ്ഡ് ഫോർമുല എന്ന് പറഞ്ഞാൽ Q ഡിവൈഡഡ് ബൈ ഏരിയ. ഇവിടെ നമ്മൾ ഏരിയ ഓഫ് ദ സ്ഫിയർ ആണ് കൺസിഡർ ചെയ്യുന്നത്. സോ Q ഡിവൈഡഡ് ബൈ 4πr സ്ക്വയർ എന്ന് എഴുതാം. ഇനി ഇതിനെ എനിക്ക് എങ്ങനെ ഇലക്ട്രിക് ഫീൽഡിലോട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റും? നമുക്ക് ഓൾറെഡി Q ഡിവൈഡ് ബൈ 4πr സ്ക്വയർ ആണ് നമ്മുടെ D എന്ന് പറയുന്നത് അല്ലെ. സോ E ക്യാൻ ബി റിട്ടൺ ആസ് E ഇസ് ഈക്വൽ ടു, ഇവിടെ നമുക്ക് Q ഡിവൈഡഡ് ബൈ 4πr സ്ക്വയർ ഇൻറ്റു 1/എപ്സിലോൺ നോട്ട് എന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതി കൂടെ. ഫസ്റ്റ് ഇക്വേഷനിൽ നമുക്ക് Q ഉണ്ട്, ഈ 4πr സ്ക്വയർ ഒരുമിച്ച് എഴുതി ഇൻറ്റു 1/എപ്സിലോൺ എന്ന് എഴുതാം. ഇനി എന്താണ് Q ബൈ 4πr സ്ക്വയർ? Q ബൈ 4πr സ്ക്വയർ എന്ന് പറയുന്നത് ഇലക്ട്രിക് ഫ്ലക്സ് ഡെൻസിറ്റി D ആണ്. സോ D ഡിവൈഡഡ് ബൈ എപ്സിലോൺ എന്ന് എഴുതാം. സോ ക്രോസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് വരും? D is equal to electric field into epsilon naught. So the answer is
ഡി ഇസ് ഈക്വൽ ടു ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റു എപ്സിലോൺ നോട്ട്. ഇനി നമുക്കൊരു മീഡിയം ഉണ്ടെങ്കിലോ, റിലേറ്റീവ് പെർമിറ്റിവിറ്റി ERന്റെ ബേസിക് ഇക്വേഷൻ എന്താണ്? റിലേറ്റീവ് പെർമിറ്റിവിറ്റി ഓഫ് ദാറ്റ് മീഡിയം ഡിവൈഡഡ് ബൈ പെർമിറ്റിവിറ്റി ഓഫ് എയർ, E0 ഓഫ് എയർ ആണ്. അപ്പൊ നമുക്ക് മീഡിയത്തിലെയാണ് പെർമിറ്റിവിറ്റി വേണ്ടതെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? റിലേറ്റീവ് പെർമിറ്റിവിറ്റി ഇൻറ്റു എയറിന്റെ പെർമിറ്റിവിറ്റി ചെയ്താൽ മതി. സോ എപ്സിലോൺ ER എന്ന് എഴുതാം. സോ ജനറലി എയർ ആണ് എന്റെ മീഡിയം എങ്കിൽ നമുക്ക് D ഇസ് ഈക്വൽ എന്ന് എഴുതാം. D ഇസ് ഈക്വൽ ടു E ഇൻറ്റു എപ്സിലോൺ നോട്ട്. ബട്ട് ഓപ്ഷനിൽ റിലേറ്റീവ് പെർമിറ്റിവിറ്റിയുടെ ടേംസിലാണ് തന്നിട്ടുള്ളത്. സോ എനിക്ക് D ക്യാൻ ബി റീപ്ലേസ്ഡ് ആസ് E ഇൻറ്റു എപ്സിലോൺ നോട്ടിനെ എങ്ങനെ റീപ്ലേസ് ചെയ്യാം? എപ്സിലോൺ ഓഫ് മീഡിയം ആണ്. മീഡിയം എന്ന് പറയുന്നത് എപ്സിലോൺ നോട്ട് ഇൻറ്റു എപ്സിലോൺ R. സോ ദ ആൻസർ ഇസ് ഓപ്ഷൻ A, D is equal to E into epsilon naught into epsilon R. Next is question number 25 is a deleted question. Next is question number 26, simple question ആണ്. During a thunderstorm, a 50 coulomb charge is discharged between a cloud in 20 milliseconds. Determine the lightning current. So നമുക്ക് കറണ്ടിന്റെ ജനറലൈസ്ഡ് ഇക്വേഷൻ ആണ്. കറണ്ട് എന്ന് പറയുന്നത് ചാർജ് ഡിവൈഡഡ് ബൈ ടൈം ആണ്. റേറ്റ് ഓഫ് ഫ്ലോ ഓഫ് ചാർജിനെയാണ് നമ്മൾ കറണ്ടിന്റെ SI യൂണിറ്റ് ആംപിയർ ആണ്. സോ ചാർജ് ഡിവൈഡഡ് ബൈ ടൈം. ഇവിടെ ചാർജ് ഓൾറെഡി ക്വസ്റ്റനിൽ തന്നിട്ടുണ്ട് 50 കുളം ആണ്. സോ 50 ഡിവൈഡഡ് ബൈ ടൈം എന്ന് പറയുന്നത് 20 മില്ലി സെക്കൻഡ് ആണ്. SI യൂണിറ്റ് എന്ന് പറയുന്ന സെക്കൻഡ്സിലാണ്. സോ നമ്മൾ 20 മില്ലി സെക്കൻഡ് ആയതുകൊണ്ട് 10⁻³ എന്ന് എഴുതാം. So that is equal to 5/2 into 10⁻³ മേളിലേക്ക് പോകുന്ന സമയത്ത് 10⁻³ എന്ന് വരും. So 5/2 is 2.5 into 10⁻³ ആംപിയർ. അതിന് എനിക്ക് 2500 ആംപിയർ എന്ന് വരും. So the answer is 2500 ആംപിയർ. But ഓപ്ഷൻസിൽ മില്ലി ആംപിയർ ആണ്. So 2.5 into 10⁻³ ആംപിയർ ആണ്. So ആൻസർ ഇതെല്ലാം മില്ലി ആംപിയർ ആണ് എനിക്ക് കിട്ടിയത്. ആൻസർ ഇതൊന്നും അല്ല. സോ ആൻസർ ഇസ് ഓപ്ഷൻ D, നൺ ഓഫ് ദിസ്. ഇത് ഒരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. A capacitor is charged from a battery. After full charge, the battery is removed and an identical uncharged capacitor is connected in parallel. The total energy is. നമുക്ക് ഇവിടെ ഒരു കപ്പാസിറ്റർ ഉണ്ട് ഇനിഷ്യലി. ഇനിഷ്യലി നമ്മുടെ കപ്പാസിറ്റർ ഉണ്ട്. നമ്മൾ കപ്പാസിറ്ററും ചാർജും വോൾട്ടേജും തമ്മിൽ റിലേറ്റ് ചെയ്യുന്ന ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ Q ഇസ് ഈക്വൽ ടു CV എന്നാണ്. അല്ലെ, Q എന്ന് പറയുന്ന ചാർജ്, C എന്ന് പറയുന്ന കപ്പാസിറ്റൻസ്, V എന്ന് പറയുന്ന വോൾട്ടേജ് ആണ്. ഇനി വാട്ട് ഈസ് ദ എനർജി സ്റ്റോർഡ് ഇൻ എ കപ്പാസിറ്റർ? അതിന്റെ ബേസിക് ഇക്വേഷൻ എന്താണ്? എനർജി സ്റ്റോർഡ് ഇസ് ഈക്വൽ ടു ½ CV² എന്ന് എനിക്ക് എഴുതാൻ പറ്റും. അതാണ് ഇനിഷ്യൽ സ്റ്റേറ്റിലുള്ളത്. ഇനി നെക്സ്റ്റ് ടൈം അവരെന്താ ചെയ്തിട്ടുള്ളത്? ആഫ്റ്റർ ഫുൾ ചാർജ് ദ ബാറ്ററി ഈസ് റിമൂവ്. ബാറ്ററി റിമൂവ് ചെയ്തിട്ട് ഒരു ഐഡന്റിക്കൽ അൺചാർജ്ഡ് കപ്പാസിറ്റർ അതിന് പാരലൽ ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. അൺചാർജ്ഡ് കപ്പാസിറ്റർ ആണ്, ഇതിന് പാരലൽ ആയിട്ട് കണക്ട് ചെയ്തു. ഓക്കെ, അൺചാർജ് ഇവിടെ അപ്പം ആദ്യത്തെ കപ്പാസിറ്ററിൽ ഒരു Q ഉണ്ട്, അവിടെ ഒരു വോൾട്ടേജ് ഉണ്ട്, അവിടുത്തെ എനർജി എന്ന് പറയുന്നത് ½ CV² ആണ്. അടുത്ത കേസിലും വേറൊരു കപ്പാസിറ്റൻസ് ഉണ്ട്. അപ്പൊ അതിന്റെ കപ്പാസിറ്റൻസ് ഞാൻ C എന്ന് നോട്ട് ചെയ്തു. അൺചാർജ്ഡ് കപ്പാസിറ്റർ ആയതുകൊണ്ട് തന്നെ അവിടുത്തെ ചാർജ് എന്താണ്? 0 ആയിരിക്കും. ചാർജ് വിൽ ബി 0. അപ്പൊ ഈ ഒരു കോമ്പിനേഷന്റെ ടോട്ടൽ കപ്പാസിറ്റൻസ് എത്രയായിട്ട് മാറും? ആ സമയത്തുള്ള ടോട്ടൽ കപ്പാസിറ്റൻസ്, ഇവിടെ രണ്ട് കപ്പാസിറ്റൻസും പാരലലി ആണ് കണക്ട് ചെയ്തത്. സോ ഇക്വലന്റ് കപ്പാസിറ്റൻസ് എന്ന് പറയുന്നത് C1 + C2 എന്ന് എഴുതാം. റെസിസ്റ്റൻസിന് നേരെ ഓപ്പോസിറ്റ് ആണ്. C1 + C2 ആണ് നമുക്ക് പാരലൽ കണക്ഷൻ ആകുമ്പോൾ ഇക്വലന്റ് കപ്പാസിറ്റൻസ് എന്ന് പറയുന്നത്. സോ ഇവിടെ C + C എന്ന് എഴുതാം. സോ ടോട്ടൽ കപ്പാസിറ്റൻസ് 2C എന്ന് വരും. Now what is the total charge? ടോട്ടൽ ചാർജ് ഇനിഷ്യലി നമ്മുടെ ആദ്യത്തെ ചാർജ്ഡ് കപ്പാസിറ്ററിന്റെ ചാർജ് Q ആയിരുന്നു, പ്ലസ് രണ്ടാമത് കണക്ട് ചെയ്ത കപ്പാസിറ്റർ അൺചാർജ്ഡ് കപ്പാസിറ്റർ ആണ്. സോ അവിടുത്തെ ചാർജ് എന്ന് പറയുന്നത് 0 ആണ്. സോ ടോട്ടൽ ചാർജ് എത്ര തന്നെയാണ്? Q തന്നെയാണ്. അപ്പൊ ഈ ഒരു കോമ്പിനേഷനിൽ നമുക്ക് കപ്പാസിറ്റൻസിന്റെ വാല്യൂ 2C ആണെന്നും ചാർജിന്റെ വാല്യൂ Q ആണെന്നും അറിയാം. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് Q എന്ന് പറയുന്ന CV അല്ലേ?
സോ അവിടെ നിന്ന് വോൾട്ടേജ് എങ്ങനെ എഴുതാം? വോൾട്ടേജ് എന്ന് പറയുന്നത് Q ഡിവൈഡഡ് ബൈ സി ആണ്. ഇത് ജനറൽ ഇക്വേഷൻ ആണ്. ഓക്കെ, അപ്പം ഈ ഒരു സിറ്റുവേഷനിൽ വോൾട്ടേജ് എന്ന് പറയുന്നത് Q, എന്റെ ടോട്ടൽ ചാർജ് എത്ര തന്നെയാണ്? Q ഡിവൈഡഡ് ബൈ കപ്പാസിറ്റൻസ് സി അല്ല, ഇപ്പൊ എത്രയായി കപ്പാസിറ്റൻസ്? 2C ആയിട്ട് മാറി. സോ Q ബൈ 2C എന്ന് എഴുതാം. ഈ Q ബൈ സി എന്താണ്? Q ബൈ സി ഓൾറെഡി V ആണ്. സോ അത് ഇപ്പോഴത്തെ എന്റെ V എത്രയായിട്ട് മാറി? V ബൈ 2 ആയിട്ട് മാറി. ഇത് ഇമ്പോർട്ടന്റ് ആണ്. സോ ഇവിടെ C, ഇവിടെ നമുക്ക് ഈ ഒരു കോമ്പിനേഷൻ V ബൈ 2 ആയിട്ടാണ് എന്റെ വോൾട്ടേജ് മാറിയത്. സോ ആ സമയത്ത് ഇനിഷ്യലി ആയിട്ട് ഉള്ള എന്റെ എനർജി എത്രയായിരുന്നു? ഇനിഷ്യലി എനർജി എന്ന് പറയുന്നത് ഹാഫ് CV² ആയിരുന്നു സ്റ്റാർട്ടിംഗ് ടൈമിൽ, ഇനിഷ്യൽ. ഫൈനലി അൺചാർജ് കപ്പാസിറ്റർ കണക്ട് ചെയ്ത സമയത്ത് എന്റെ എനർജി എത്രയായിട്ട് മാറും? അതാണ് ക്വസ്റ്റ്യൻ. സോ ഹാഫ് ഇൻറ്റു പുതിയ കപ്പാസിറ്റൻസ് എത്രയായിരുന്നു? നമ്മൾ നേരത്തെ വർക്ക്ഔട്ട് ചെയ്തതാണ്. പുതിയ കോമ്പിനേഷനിൽ രണ്ട് കപ്പാസിറ്റൻസും പാരലലി ആണ് കണക്ട് ചെയ്ത്. സോ ഇൻസ്റ്റെഡ് ഓഫ് C I should substitute as 2C എന്ന് നമുക്ക് എഴുതാം. തൊട്ടു മുന്നേ നമ്മൾ പറഞ്ഞു വോൾട്ടേജ് എന്തായിട്ട് മാറി? V ബൈ 2 ആയിട്ട് മാറി. സോ ഇവിടെ Vക്ക് പകരം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം V ബൈ 2 ദ ഹോൾ സ്ക്വയർ. സോ ആൻസർ ഇസ് ഇവിടെ ഹാഫ് ഇൻറ്റു 2C ഇൻറ്റു V² ബൈ 4 എന്ന് എഴുതാം. നേരത്തെ ഉള്ളത് കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഹാഫ് ഇവിടെ എഴുതാം. സോ ഹാഫ് ഇൻറ്റു CV² ഇൻറ്റു 2 ബൈ 4 ക്യാൻസൽ ചെയ്യുമ്പോൾ 1 ബൈ 2. ഈ ഒരു ഫോർമാറ്റിൽ എനിക്ക് എഴുതാൻ പറ്റും. ബിക്കോസ് എനിക്ക് നേരത്തെ ഹാഫ് CV² ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എന്ത് പറ്റി? എൻ്റെ എനർജി റെഡ്യൂസ് ആയോ എന്നാണ് ക്വസ്റ്റ്യൻ. സോ നമുക്ക് ഇവിടെ ഹാഫ് CV² എഴുതി, ബാക്കി 2 ബൈ 4 എന്ന് പറയുന്നത് 1 ബൈ 2. സോ ഹാഫ് CV² എന്ന് പറഞ്ഞാൽ ഇനിഷ്യലി ഉണ്ടായിരുന്ന എനർജിയാണ്. ഇനിഷ്യലി ഉണ്ടായ എനർജീന്റെ ഹാഫ് ആണ് പുതിയ എനർജി എന്ന് പറയുന്നത്. സോ ആൻസർ ഇസ് ഇറ്റ് ഡിക്രീസസ് ബൈ എ ഫാക്ടർ ഓഫ് 2. അപ്പൊ അതാണ് ആൻസർ വരുന്നത്, ഡിക്രീസസ് ബൈ എ ഫാക്ടർ ഓഫ് 2. ഇത് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. A capacitor C has air dielectric if half its area is filled with a dielectric of relative permittivity epsilon r, the new capacitances. സോ നമ്മൾ ആദ്യം ചെയ്യേണ്ടത്, നമ്മൾ കപ്പാസിറ്റൻസ് നേരത്തെ നമ്മൾ ഡിസ്റ്റൻസ് ഹാഫ് ആയ സമയത്ത് കപ്പാസിറ്റൻസ് എന്ന് പറയുന്നത് സീരീസ് കണക്ഷൻ ആയിരുന്നു അല്ലെ. നമുക്കൊരു കപ്പാസിറ്റൻസ് ഉണ്ട്, ഇവിടെ ഡിസ്റ്റൻസ് ഹാഫ് ആയ ഒരു പ്ലേറ്റ് ഇൻസേർട്ട് ചെയ്ത സമയത്ത് ആ രണ്ട് കപ്പാസിറ്റൻസും സീരീസ് കണക്ഷൻ ആയിരുന്നു. ഇവിടെ ഈ വേർഡ് ഇമ്പോർട്ടന്റ് ആണ്. ഹാഫ് ഇറ്റ്സ് ഏരിയ ഹാഫ് ആയാൽ കപ്പാസിറ്റൻസ് എന്ത് കണക്ഷൻ ആയിട്ട് മാറും? ഇക്വലന്റ് കപ്പാസിറ്റൻസ് എന്ന് പറയുന്നത് പാരലൽ കണക്ഷൻ ആയിട്ട് മാറും എന്ന് ഓർത്ത് വെച്ചേക്കുക. സോ ആദ്യം നമുക്ക് എയർ എന്ന ഡയലക്ട്രിക് മാത്രമേ ഉള്ളൂ. സോ കപ്പാസിറ്റൻസിന്റെ ഫോർമുല എന്ന് പറയുന്നത് കപ്പാസിറ്റൻസ് ഓഫ് എയർ ഇസ് എപ്സിലോൺ നോട്ട് A ബൈ D എന്ന് എഴുതാം. ഇനി നെക്സ്റ്റ് സിറ്റുവേഷനിൽ ഞാനൊരു ഡയലക്ട്രിക് മീഡിയം ഇൻസേർട്ട് ചെയ്തു. ഡയലക്ട്രിക് മീഡിയം ഇൻസേർട്ട് ചെയ്യുന്ന സമയത്ത് ഞാൻ ഇവിടെ പെർമിറ്റിവിറ്റി ഓഫ് ഡയലക്ട്രിക് ആണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്. സോ നമുക്ക് ബേസിക് ഇക്വേഷൻ അറിയാം. റിലേറ്റീവ് പെർമിറ്റിവിറ്റി എന്ന് പറയുന്നത് മീഡിയം ഡിവൈഡഡ് ബൈ എപ്സിലോൺ നോട്ട് ആണ്. ഇപ്പൊ മീഡിയത്തിനെ കണ്ടുപിടിക്കാനായിട്ട് പെർമിറ്റിവിറ്റി ഓഫ് മീഡിയം എന്ന് പറയുന്ന എപ്സിലോൺ നോട്ട് ഇൻറ്റു എപ്സിലോൺ ആർ എന്ന് എഴുതാം. സോ ഇൻസ്റ്റെഡ് ഓഫ് എപ്സിലോൺ നോട്ട് എനിക്ക് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? എപ്സിലോൺ ഇൻറ്റു എപ്സിലോൺ ആർ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ദാറ്റ് ഇൻറ്റു ഏരിയ എന്തായിട്ട് മാറി? ഡയലക്ട്രിക് ഇൻസേർട്ട് ചെയ്ത സമയത്ത് ഏരിയ ഹാഫ് ആയിട്ട് മാറി. സോ A ബൈ 2D എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഈ എപ്സിലോൺ A ബൈ ഡിനെ ഞാൻ C ആയിട്ട് അസ്യൂം ചെയ്തു, കപ്പാസിറ്റൻസ്, അതിനെ C എന്ന് കൊടുത്താൽ ഈ ഡയലക്ട്രിക് എന്തായിട്ട് മാറും? ഈ എപ്സിലോൺ നോട്ട്, എപ്സിലോൺ മീഡിയം എന്ന് പറഞ്ഞാൽ എപ്സിലോൺ നോട്ട് ഇൻറ്റു എപ്സിലോൺ ER ആണ്. ഈ എപ്സിലോൺ ഇൻറ്റു A ബൈ D ഇത്രയും ടേംസിനെ എനിക്ക് C എന്ന് എഴുതാം. ബാക്കി ആര് വരും? C ഇൻറ്റു ER ബൈ 2. ഇനി ഈ രണ്ട് കപ്പാസിറ്റൻസും പാരലൽ കണക്ഷൻ ആണ്. ആദ്യത്തെ കപ്പാസിറ്റൻസ് എന്ന് പറയുന്നത് C. സോ പാരലൽ കണക്ഷനിലാണെങ്കിൽ എന്റെ ഇക്വലന്റ് കപ്പാസിറ്റൻസ് എന്ന് പറയുന്നത് C1 പ്ലസ് C2 ആഡ് ചെയ്താൽ മതി. ആദ്യത്തെ കപ്പാസിറ്റൻസ് എന്ന് പറയുന്നത് C പ്ലസ് ഡയലക്ട്രിക് ഇൻസേർട്ട് ചെയ്തപ്പോൾ കപ്പാസിറ്റൻസ് എന്ന് പറയുന്നത് C ഇൻറ്റു ER ബൈ 2 ആണ് അല്ലേ. സോ ഇവിടെയും നമുക്ക് ബൈ 2 ഉണ്ട്. സോ ഇറ്റ് ഇസ് ഇവിടെയും ഏരിയ ബൈ 2 ആണ്. ഡയലക്ട്രിക് ചെയ്ത സമയത്തും ഹാഫ് ഇറ്റ്സ് ഏരിയ ഇസ് ഫിൽഡ് വിത്ത് ഇലക്ട്രിക് എന്നാണ്. സോ എയറും എത്ര തന്നെയാണ് വരുന്നത്? ബൈ 2 തന്നെയാണ്. സോ ഇവിടെയും നമുക്കൊരു C ബൈ 2 വരും. സോ ഇറ്റ് ഇസ് C ബൈ 2 പ്ലസ് C ഇൻറ്റു എപ്സിലോൺ ആർ ബൈ
ഇവിടെ നിന്ന് എനിക്ക് C/2 കോമൺ എടുക്കാം. C/2 ഇൻറ്റു 1 പ്ലസ് ER. അതാണ് C ഇക്വലന്റ്. കാരണം ഹാഫ് ഏരിയയുടെ പകുതി എയറും പകുതി ഡയലക്ട്രിക് ആണ്. സോ രണ്ടിലും നമ്മൾ A/2 ആണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്. സോ ഇതാണ് C ഇക്വലന്റ്. C ഇൻറ്റു 1 പ്ലസ് ER/2. സോ ദ ആൻസർ ഇസ് ഓപ്ഷൻ A. Question number 29 is a deleted question. Number 30, during Faraday's electromagnetic induction experiment, mechanical effort moving a magnet near a coil produces electricity. This is explained by. The theory based question ആണ്. നമ്മുടെ Faraday's law. Faraday's law പറയുന്നത് എന്താണ്? ഒരു കോയിൽ കൂടി കറണ്ട് പാസ് ചെയ്യുന്ന സമയത്ത് whenever, ഇപ്പം ഇതാണ് എൻ്റെ കോയിൽ, ഈ കോയിലിൽ കൂടി ഒരു കറണ്ട് പാസ് ചെയ്യുന്നു, ആ സമയത്ത് ഇവിടെ ഒരു മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ആവുന്നു. ആ മാഗ്നറ്റിക് ഫീൽഡ് കാരണം ഒരു മാഗ്നറ്റിക് ഫ്ലക്സ് പ്രൊഡ്യൂസ് ആവുന്നു. മാഗ്നറ്റിക് ഫ്ലക്സ് ചേഞ്ച് ആയാൽ, മാഗ്നറ്റിക് ഫ്ലക്സ് ഫൈ ആണെന്ന് പറയാം. ഫാരഡേസ് ലോ പറയുന്നത് എന്താണ്? ഇഫ് ദ ഫ്ലക്സ് കീപ്സ് ഓൺ ചേഞ്ചിങ്, ഫ്ലക്സ് ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് ഇവിടെ ഒരു EMF ഇൻഡ്യൂസ് ആകുന്നു. അതാണ് ഫാരഡേസ് ലോ പറയുന്നത്. സോ അവിടെ ഇൻഡ്യൂസ് ആവുന്ന EMF എന്ന് പറയുന്ന പ്രൊപ്പോർഷണൽ ടു d∅/dt എന്ന് പറയാം. എന്താണ് d∅/dt? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഫ്ലക്സ്. ഇവിടെ ഉണ്ടാകുന്ന ഫ്ലക്സ് ചേഞ്ച് ആകുന്ന റേറ്റ് എത്രയാണോ അതിന് പ്രൊപ്പോർഷണൽ ആയിരിക്കും അവിടെ ഉണ്ടാകുന്ന EMF എന്ന് പറയുന്നത്. ആൻഡ് ഓൾസോ അത് കാരണം അവിടെ ഒരു കറണ്ട് ഇൻഡ്യൂസ് ആകുന്നു. EMF ഇൻഡ്യൂസ് ആകുന്ന സമയത്ത് കറണ്ട് ഇൻഡ്യൂസ് ആകുന്നു. ആ കറണ്ട് ഇൻഡ്യൂസ് ആകുന്നതിന്റെ ഡയറക്ഷൻ എങ്ങനെയായിരിക്കും? ഓപ്പോസിറ്റ് ടു ദ കോസ് പ്രൊഡ്യൂസിങ് ഇറ്റ്. അതായത് ഈ EMF ഇൻഡ്യൂസ് ആകാനുള്ള കാരണം ആരാണോ അയാളെ എതിർക്കുന്ന രീതിയിലായിരിക്കും അവിടെ പ്രൊഡ്യൂസ് ആകുന്ന കറണ്ട് എന്ന് പറയുന്നത്. അപ്പൊ അത് ഏത് ലോ എന്ന് പറഞ്ഞാൽ ലെൻസസ് ലോ ആണ്. ലെൻസസ് ലോ വരുന്നത് ആൻഡ് കൺസർവേഷൻ ഓഫ് അവിടെ എനർജി ആണ് വരുന്നത്. സോ അതാണ് നെക്സ്റ്റ് ആൻസർ, കൺസർവേഷൻ ഓഫ് എനർജി ആൻഡ് ലെൻസസ് ലോ. ഓക്കെ, ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ക്ലാസ്. അപ്പോൾ ഇന്ന് നമ്മൾ ഫസ്റ്റ് 30 ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്ത്. നെക്സ്റ്റ് സെഷൻ നമ്മൾ ഉടനെ നെക്സ്റ്റ് വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. താങ്ക് യു.